എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കാര്യവും നമ്മൾ അന്വേഷിക്കുന്നില്ല. പക്ഷേ ഗൗരവതരമായ ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഹിന്ദു ഉണർന്നേ പറ്റൂ. നമ്മുടെ ആധ്യാത്മിക കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു സംഘടിത ശക്തി നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. ആധ്യാത്മികതയോടൊപ്പം തന്നെ നമുക്ക് രാജകീയമായ ഒരു ശക്തി വിശേഷം കൂടി, സാത്വികം മാത്രമല്ല രാജകീയവും രജോ ഗുണവും ഉള്ള ഒരു ഹിന്ദു സമൂഹത്തിന് മാത്രമേ ഈ ക്ഷേത്രത്തിലെ കൊള്ളകളെ ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് നാം തിരിച്ചറിയണം. എന്ന് പറയുന്ന ആളാരാണ്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. അദ്ദേഹം സാധാരണ പൂജക്കാരനായിരുന്നു. അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് അതിന് അറ്റകുറ്റപ്പണികളുണ്ട്, അത് തീർക്കണമെന്ന് അതിൻ്റെ ഭാരവാഹികൾ ദേവസ്വം ബോർഡ് ചൈതന്യ സംസ്കാര കേന്ദ്രം സദാ രക്ഷണം നമ്മൾ സമിതിയുടെ ശാഖാസമിതികൾ നിരീക്ഷിക്കുകയും അവിടെ നനയ്ക്കും മനോബുദ്ധ്യ കുടിക്കാനുള്ള കുപ്പികൾ തന്നിട്ടുണ്ട്. അത് ആരും റോഡിൽ ഉപേക്ഷിക്കരുത്. ആ കുപ്പികൾ